എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ജൂനിയർ മീറ്റ്സുകി അവനാണെങ്കിൽ സീനിയർ മീറ്റ്സുകയുടെയും ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒറോച്ചിമാറു പറയും ഇഡൻ സ്റ്റോൺ വില്ലേജിലുണ്ടായ ആ ഒരു കാര്യം. അതിനുശേഷം മീറ്റ്സുകി അവൻ ഇമോഷണലി വളരെ ഡൗൺ ആണ്. സോ ഇവനെ നല്ല രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്ത് അവൻ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരിപ്പോ കാര്യമായിട്ട് മീറ്റ്സുകയെ ചെക്ക് ചെയ്യാണ്. ഒറോച്ചിമാറു ആണെങ്കിൽ ഇപ്പൊ മീറ്റ്സുക അവൻ ഒണോക്കിയായിട്ട് സംസാരിച്ച കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അവൻ ഒണോക്കിയുടെ ഫോട്ടോ വരച്ചതും പൊറൂട്ടോയും സാറുടെയും മീറ്റ്സുകയും ചേർന്ന് അത് ഒണോക്കിക്ക് കാണിച്ചു കൊടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിപ്പോ കാണാനായിട്ട് തുടങ്ങും. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒറോച്ചിമാറുവിന് മനസ്സിലാവും മീറ്റ്സുകയ്ക്ക് സ്വന്തമായിട്ട് ഒരു ലക്ഷ്യവും ഇല്ല. അവൻ എന്താണ് ചെയ്യേണ്ടത്, അവന്റെ എയിം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവൻ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുകയാണ്. മാത്രമല്ല സാധാരണ മനുഷ്യര് അവരെന്തെല്ലാം ചെയ്യോ എന്തെല്ലാം പ്രവർത്തിക്കോ അതനുസരിച്ച് അവനും അത് അനുകരിക്കാനും അതുപോലെ ജീവിക്കാനും തുടങ്ങി. അതിനുശേഷം ഒറോച്ചിമാറു ആ ലോഡ് കൂ അവനും അവന്റെ ശിങ്കിടികളും ലീഫ് വില്ലേജിലേക്ക് വന്നതും മീറ്റ്സുക എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളും അതൊക്കെ കാണുകയാണ്. ഒറോച്ചിമാറു ആണെങ്കിൽ അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവും. ആക്ച്വലി മീറ്റ്സുകയ്ക്ക് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലീഫ് വില്ലേജിന്റെ കൂടെ നിൽക്കണോ അതോ അവനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണോ എന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആണ്. അവന്റെ ആ ഒരു ഇഗ്നോറൻസ് അതാണ് ലോഡ് കൂ അവൻ മുതലെടുത്ത് മീറ്റ്സുകയെ അവിടുന്ന് കൊണ്ടുപോയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അതിനുശേഷം ബൊറൂട്ടോയും ടീമും മീറ്റ്സുകയെ തേടിപ്പോയതും ആ സെക്കയോ ആയിട്ട് ബൊറൂട്ടോ ഫൈറ്റ് ചെയ്തതും ഒടുവിൽ മീറ്റ്സുക അവനാണെങ്കിൽ ആ വില്ലന്മാരെ സപ്പോർട്ട് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറോച്ചിമാറു കാണും. അടുത്ത നിമിഷം മീറ്റ്സുക അവൻ വലിയൊരു പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയെ അട്ടിച്ച് തെറിപ്പിക്കും. സീനിയർ മീറ്റ്സുക ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉടനെ ഒറോച്ചിമാറു ചിരിക്കും. അവൻ പറയും ആക്ച്വലി മീറ്റ്സുക അവൻ ബൊറൂട്ടോയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. കാരണം മീറ്റ്സുക ഏതെങ്കിലും കാരണവശാൽ ബൊറൂട്ടോയെ സപ്പോർട്ട് ചെയ്ത അത് ബൊറൂട്ടോയുടെയും അവന്റെ കൂടെ വന്നവരുടെയും ജീവന് അത് ആപത്താണ്. ആ ലോഡ് കോവിന്റെ അസിസ്റ്റൻസ് അവർ ആക്ച്വലി ഒട്ടും സ്ട്രോങ് അല്ല. അവരുടെ ഫോർമേഷൻ അത് സ്ട്രോങ് ആക്കണമെങ്കിൽ അവർക്ക് മീറ്റ്സുക ആവശ്യമാണ്. അതുകൊണ്ടാണ് സെക്കയ അവൻ മീറ്റ്സുകയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയി അവനുമായിട്ട് മിങ്കിൾ ചെയ്ത് അവന്റെ വിശ്വാസം അത് പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്. ഒറോച്ചിമാറു ആണെങ്കിൽ അങ്ങനെ ഇരുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഒറോച്ചിമാറു പറയും നിന്റെ അനുജൻ മീറ്റ്സുക അവന്റെ ബ്രെയിൻ അവനെ കഴിഞ്ഞും കൂടുതലായിട്ട് വളർത്തിയിരിക്കുകയാണ്. ഈ ഒരു വളർച്ച അത് ഈ ലെവലിൽ മുൻപോട്ട് പോയാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. സോ എത്രയും പെട്ടെന്ന് ഇവന്റെ ബ്രെയിൻ അത് മുഴുവനും നശിപ്പിച്ച് കളയണം. സീനിയർ മീറ്റ്സുക ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഒറോച്ചിമാറു പറയും നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത് അത്രയ്ക്ക് പ്രയാസമുള്ള കാര്യമല്ല. എന്തായാലും അതിനു മുൻപ് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അവര് നടന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ശ്രദ്ധാപൂർവം കാണും. അതിനുശേഷം മീറ്റ്സുക അവൻ സ്നേക്കിനെ ഉപയോഗിച്ച് ഒരു ഹാർട്ട് ഉണ്ടാക്കി ആ ലോഡ് കൂവിനെ അവരെ തകർത്ത് താഴെയിടും. പിന്നീട് ആ സെക്കയുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിന്റെ അവസാനം അവർ രണ്ടുപേരും ഇപ്പൊ ഫേസ്റ്റ് ബോംബ് അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്ക് സെക്കയുടെ കൈ അത് തകർന്ന് താഴെ വീഴും. ഒറോച്ചിമാറു ആണെങ്കിൽ അപ്പൊ മീറ്റ്സുകയുടെ ഫേസ് അത് സൂം ചെയ്ത് കാണും. മീറ്റ്സുകയുടെ മുഖം അപ്പൊ ഒരുപാട് വിഷമത്തില് തളർന്നിരിക്കുകയാണ്. ആക്ച്വലി അവിടെ മുതലാണ് അവന്റെ ഇമോഷൻസ് അതിനൊരു സ്പാർക്ക് ഉണ്ടായി അത് സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ലോഡ് കൂ അവനാണെങ്കിൽ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യും. അത് കണ്ട മീറ്റ്സുകയുടെ കൺട്രോൾ പോയി അവന്റെ പവർ ഉപയോഗിച്ച് ആ ലോഡ് കൂവെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ ലോഡ് കൂ ആണെങ്കിൽ ഇപ്പൊ മീറ്റ്സുകയുടെ കൈ അത് വെട്ടിയെറിയും. മീറ്റ്സുക പെട്ടെന്ന് തന്നെ നോർമലായി തീരും. എന്നിട്ട് ബൊറൂട്ടോട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒണോക്കിയായിട്ട് ഇവിടുന്ന് കടന്നു പോകണം. പക്ഷെ അടുത്ത നിമിഷം അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒണോക്കിയും ലോഡ് കൂവും അവർ രണ്ടും ഏറ്റുമുട്ടി ആ ലോഡ് കൂ അവനവിടെ നശിച്ചില്ലാതായി പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കും. അതിനുശേഷം അവർ പരസ്പരം ഫീസ്റ്റ് ബോംബൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കും. ഒറോച്ചിമാറു ആണെങ്കിൽ ഒറോച്ചിമാറു ഇപ്പൊ അവന്റെ ബ്രെയിനിലുള്ള കാര്യങ്ങൾ അത് മുഴുവനും കണ്ട് അവിടുന്ന് പുറത്തേക്ക് പോവും. ജൂനിയർ മീറ്റ്സുക ആണെങ്കിൽ ഇപ്പൊ കണ്ണു തുറക്കും. അതുകൊണ്ട് ഒറോച്ചിമാറു കപ്പിൽ എന്തോ ഒന്ന് എടുത്ത് മീറ്റ്സുകയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഈ ചോയ്സ് സ്വീകരിക്കാം. നിന്റെ ബ്രെയിൻ അതിപ്പോ നിന്നെ കഴിഞ്ഞും കൂടുതലായിട്ട് വളർന്നിരിക്കുകയാണ്. വേണമെങ്കിൽ നിനക്കിത് കുടിച്ച് അത് ഇറേസ് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോവാം. രണ്ട് ചോയ്സിൽ ഏത് വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം. മീറ്റ്സുക ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കില്ല. അവന് ബൊറൂട്ടോയുടെ കൂടെ ഹാപ്പിയായി ജീവിച്ചാൽ മതി. മീറ്റ്സുക ആണെങ്കിൽ ഇപ്പൊ കണ്ണു തുറക്കും. അവൻ പഴയതുപോലെ തന്നെ അവന്റെ വീട്ടിലുണ്ട്. അവന്റെ കൂടെ തന്നെ അവൻ ഇഷ്ടപ്പെട്ട ആ പൂച്ചക്കുഞ്ഞും. അപ്പോഴായിരിക്കും നമ്മുടെ ബൊറൂട്ടോ ഡോർ നോക്ക് ചെയ്യുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മിറായെ കാണിക്കും. മിറായ ആണെങ്കിൽ അവളുടെ പപ്പയുടെ ചിത്രത്തിന് മുൻപിൽ പ്രാർത്ഥിച്ച്
തിരിയൊക്കെ കത്തിച്ച് അമ്മയുടെ അടുത്തേക്ക് വരും. മിറായി ആണെങ്കിൽ ഇന്നൊരു പുതിയ മിഷന് വേണ്ടി പോവാണ്. സോ അമ്മയുടെ അനുഗ്രഹവും മേടിച്ച് അവൾ ഒരുപാട് സന്തോഷത്തില് ഉഷാറായി പുറത്തേക്ക് ഓടും. മിറായി സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് തേർഡ് ഹൊക്കാഗയോടും സെവൻത്ത് ഹൊക്കാഗയുടെയും ആ ശിലകൾക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴായിരിക്കും ബൊറൂട്ടോ അവൻ അവിടേക്ക് വന്ന് അവളെ കളിയാക്കും. നീ തേർഡ് ഹൊക്കാഗയോട് പ്രാർത്ഥിക്കുന്നത് അതെന്തിനാണെന്ന് എനിക്കറിയാം, പക്ഷെ സെവൻത്ത് ഹൊക്കാഗയോട് പ്രാർത്ഥിക്കുന്നത് അത് ശരിക്കും നിനക്ക് വട്ടായിട്ടാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അത് കേട്ട് അവളും ചിരിക്കും. അപ്പോഴേക്കും ബൊറൂട്ടോയുടെ കൂടെ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഇപ്പൊ ഷിക്കമരുവും ഷിക്കടയും അവർ രണ്ടുപേരും കടന്നു വരും. അതിനുശേഷം അവരെല്ലാവരും നോർമൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ പപ്പയുടെ ആ പഴയ ബ്ലേഡ് അതവർക്ക് കാണിച്ചു കൊടുക്കും. ഇതെനിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇതെന്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് വമ്പൻ ആക്ഷനൊക്കെ ഇടും. ഷിക്കമരു പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ പപ്പ ഈ ബ്ലേഡ് യൂസ് ചെയ്യുന്നതിൽ ഒരു മാസ്റ്ററാണ്. തീർച്ചയായിട്ടും പപ്പയെ പോലെ തന്നെ നിനക്കും അതിൽ നമ്പർ 1 ആവാൻ പറ്റും. അതിനുശേഷം മിറായി ഇപ്പോ ഷിക്കമരുവിനോടും ഷിക്കടയോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ നടക്കും. അവളുടെ കൂടെ തന്നെ ഒരു കമ്പനിക്ക് ബൊറൂട്ടോയും അവളോടൊപ്പം നടക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഹീമാവരിയെ കുറിച്ച് അവളുടെ കൊച്ചു കൊച്ചു കുസൃതിയെ കുറിച്ചൊക്കെ അവളുടെ അടുത്ത് പറയാൻ തുടങ്ങും. ബൊറൂട്ടോ പറയും, നീ ശരിക്കും ഭയങ്കര ലക്കിയാണ്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിനക്ക് ഒരുപാട് മിഷൻസ് കിട്ടുന്നുണ്ട്. ഉടനെ അവള് പറയും, ഞാനിപ്പോ പോവാൻ പോകുന്നത് ഒരു ചെറിയ മിഷൻ അല്ല, എസ് റാങ്ക് പോലത്തെ ഒരു വലിയ മിഷനാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ബൊറൂട്ടോ ആണെങ്കിൽ അവളെ കൺഗ്രാചുലേറ്റ് ചെയ്ത് അവിടുന്ന് കടന്നു പോകും. മിറായ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവൾ പോകുന്നത് കാക്കാഷി മാസ്റ്ററിന്റെ കൂടെയും മൈഗയുടെ കൂടെയുമാണ്. അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും അവൾ അറിയുക അവരൊരു വെക്കേഷൻ ട്രിപ്പ് പോലെയാണ് പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉടനെ മൈഗൈ അവളെ കാണുമ്പോൾ തന്നെ പറയും, മിറായി, നമ്മളിപ്പോ പോകുന്നത് ഒരു വെക്കേഷൻ ട്രിപ്പിനാണ്, അതിനിങ്ങനെയൊരു ഡ്രസ്സ് ആവശ്യമില്ല, ഞങ്ങളെപ്പോലെ നീയും ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ട് വേണം ഞങ്ങളോടൊപ്പം വരാൻ. സോ ഇപ്പൊ തന്നെ നീ നിന്റെ ഡ്രസ്സ് അത് ചേഞ്ച് ചെയ്യ്. അവളതൊക്കെ അനുസരിച്ച് ഇപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ചായി അവരുടെ യാത്ര ആരംഭിക്കും. മൈഗൈ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ തലകുത്തിയായിരിക്കും നടക്കുക. കാക്കാഷി ആണെങ്കിൽ വിചിത്രമായിട്ട് വീൽ ചെയറിലൊക്കെ. അങ്ങനെ അവർ ക്യാഷ്വലായിട്ട് സംസാരിച്ച് മുൻപോട്ട് നടന്നു പോകുമ്പോഴായിരിക്കും ഒരു ഗ്രാൻഡ് പാ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവിടേക്ക് നടന്നു വരിക. മിറായിക്കാണെങ്കിൽ ആളെ കാണുമ്പോൾ ഭയങ്കര സംശയം തോന്നും. ആ ഗ്രാൻഡ് പാ ആള് വില്ലനായിരിക്കോ, ആളുടെ കയ്യിൽ വടി അത് വലിയ എന്തെങ്കിലും വെപ്പനായിരിക്കോ. അവളങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങും. അവൾ അടുത്ത സെക്കൻഡ് ഇപ്പൊ കാക്കാഷിയെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോകും. മിറായിക്കാണെങ്കിൽ ഭയങ്കര സങ്കടാവും. അങ്ങനെ അവൾ നാണം കെട്ട് അവരെല്ലാവരും ഇപ്പൊ ഒരു ടൗണിലേക്ക് എത്തുകയാണ്. മൈഗയും കാക്കാഷിയും ആണെങ്കിൽ ആ സിറ്റിയിൽ എത്തിയ ഉടനെ ഓരോ ഗെയിംസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യും. അത് കണ്ട് മിറായി ആണെങ്കിൽ ഇവരിങ്ങനെ രണ്ട് ഭ്രാന്തന്മാരാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. അതിനുശേഷം വീണ്ടും അവർ മുൻപോട്ട് നടന്ന് ദൂരത്തായി വലിയൊരു മരം കണ്ടുപിടിക്കും. ആക്ച്വലി അവർ രണ്ടുപേരും ആ ഒരു മരം അത് കണ്ടുപിടിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് ട്രാവൽ ചെയ്ത് വന്നത്. മിറായിക്കാണെങ്കിൽ ഇപ്പോഴും അവളുടെ കൺഫ്യൂഷൻ മാറില്ല. ഇവിടെ എന്താ നടക്കണേ, ഈ മരം അതിനെന്താ ഇത്രയും പ്രത്യേകത എന്നൊക്കെ ചിന്തിച്ച് അവൾ തലവേനിച്ച് നിൽക്കുകയാണ്. ആക്ച്വലി മൈഗയും കാക്കാഷിയും അവർ രണ്ടുപേരും വായിക്കുന്ന ഒരു അഡൾട്ട് ബുക്കുണ്ട്. അതിലെ ഭൂരിഭാഗം സീൻസും ക്യാപ്ചർ ചെയ്തൊരു സ്ഥലത്തേക്കാണ് അവരിപ്പോ എത്തിയത്. അങ്ങനെ അല്പനേരം അവിടെ കറങ്ങി നടന്ന് അവരിപ്പോ ഒരു റൂം എടുത്ത് അവിടെ സെറ്റിൽ ആവുകയാണ്. അപ്പോഴായിരിക്കും കാക്കാഷ് മാസ്റ്റർ പറയാ, നമ്മൾ ശരിക്കും ഇവിടേക്ക് വന്നത് വെക്കേഷൻ ആഘോഷിക്കാനാണ്, അല്ലാതെ മിഷൻ ഒന്നും അല്ല. മിറായിക്ക് അത് കേട്ട് അവളുടെ ഹൃദയം തകർന്നു പോവും. പക്ഷെ അപ്പോഴും അവളാണെങ്കിൽ ഇതൊരു മിഷൻ തന്നെയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ കട്ട സെക്യൂരിറ്റി ഒക്കെ കൊടുക്കും. ഉടനെ കാക്കാഷ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ നിർബന്ധിക്കും, നീ എന്തിനാ ഇവിടെ നിൽക്കണേ, വായോ നമുക്ക് അകത്തേക്ക് പോയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാം. പക്ഷെ അവളാണെങ്കിൽ അവിടുന്ന് പോകാനായിട്ട് തയ്യാറാവില്ല. കാക്കാഷിക്ക് കാര്യം പിടികിട്ടും. കാക്കാഷി പറയും, നീയും നിന്റെ പപ്പയെ പോലെ തന്നെയാണ്. കാക്കാഷി ആണെങ്കിൽ അവളെ സമാധാനത്തില് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അവൾ ഹാപ്പി ആയിട്ട് ആ സിറ്റിയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.